ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹെയർച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹെയർച്ചിൻ്റെ ബഡ്സ് കേസുമായി ബന്ധപ്പെട്ട് നാളെ വാദം തുടരുകയാണ്. 202 നാളത്തെ കേസിൻ്റെ ലിസ്റ്റ് നമ്പർ. 202 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കുള്ളിൽ തന്നെ തീരുമാനമാവും. കഴിഞ്ഞ പ്രാവശ്യം കോമ്പറ്റൻ്റ് അതോറിറ്റിയോട് ഒരു മറുപടി തരാനും ഇവരെങ്ങനെയാണ് ഈ ഫണ്ട് വിധി വന്നതിന് ശേഷം എങ്ങനെയാണ് ഫണ്ട് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കാനും, അതുപോലെ തന്നെ ബാങ്കുകൾ എന്ന് മുതലാണ് ഈ അക്കൗണ്ടുകൾ തുടങ്ങിയത്, എത്ര പൈസയുണ്ട്, എത്രയാണ് അതിനൊക്കെ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് ബാങ്കുകൾ തരാനും, ആക്സിസ് ബാങ്കിനോട് അവർ പറഞ്ഞിരുന്നത് അവരുടെ ഫണ്ടുകളെല്ലാം തന്നെ ഇഡിക്ക് കൈമാറി എന്നാണ്. ആ കൈമാറിയതിൻ്റെ രേഖകൾ, എത്ര ഫണ്ടാണ് ഇഡിക്ക് കൈമാറിയത് എന്നതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരാനാണ് കഴിഞ്ഞ ദിവസം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നാളെ ചർച്ചയ്ക്ക് ഉണ്ടാവുക. അതിൽ ഒരു തീരുമാനം ആയതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധ്യത. നാളെയും ഹയർച്ചിൻ്റെ വക്കീൽ കാര്യമായി ഒന്നും വാദിക്കാൻ സാധ്യതയില്ല. അവർ ഈ കഴിഞ്ഞ 10 മാസം ആയിട്ട് യാതൊന്നും തന്നെ കേസിൻ്റെ ഇവരുടെ ബിസിനസ്സിനെ കുറിച്ചോ, ഇവരെങ്ങനെയാണ് ഈ 3100 കോടി രൂപ സമാഹരിച്ചത് എന്നതിനെക്കുറിച്ചോ, ഇവരെങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ, എന്ത് വകുപ്പിലാണ് കോടിക്കണക്കിന് രൂപ ലീഡർമാർക്ക് കൊടുത്തത് എന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ പറയില്ല. ഇവർ ആകെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആമസോൺ പോലെ ഒരു കമ്പനിയാണ്, ആമസോണിൻ്റെ റെഡീം കൂപ്പൺ പോലെ, ആമസോണിൻ്റെ ബിസിനസ് പോലെയാണ് നമ്മളും ചെയ്യുന്നത് എന്നതാണ്. നമുക്ക് 698 ഷോപ്പുകളുണ്ട് എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെയും ഇത് തന്നെ ആവർത്തിക്കാനാണ്, അല്ലേതാ വേറെ ഒന്നും പറയാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇവർ എന്തെങ്കിലും ഇട്ട് നമുക്ക് പൈസ വേണം, 5 ലക്ഷം വേണം, ഏതെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ആക്കി തരണം, കാറ് വേണം, ഇൻഷുറൻസ് അടക്കാൻ പൈസ വേണം, ചികിത്സിക്കാൻ പൈസ വേണം, കുട്ടികളുടെ വാനിൻ്റെ ഫീസ് അടക്കാൻ പൈസ വേണം എന്ന രീതിയിലുള്ള ആവർത്തനങ്ങൾ ഒരുപക്ഷെ തുടരാനും സാധ്യതയുണ്ട്. മറ്റ് ബാങ്കുകൾ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് ഇവരുടെ ബിൽഡിംഗ് ഓണർ കൊടുത്ത ഒരു കേസാണ്. അതും നാളെ തന്നെ ലിസ്റ്റായിട്ടുണ്ട്. ബിൽഡിംഗ് ഉള്ളിൽ കുറച്ച് സാധനങ്ങളുള്ളത് കൊണ്ട് അവർക്ക് മറ്റ് ആൾക്കാർക്ക് ബിൽഡിംഗ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ബിൽഡിംഗ് ഓണറിൻ്റെ കേസ്. അതിൽ തീരുമാനമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് നാളെ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും നാളത്തെ കാര്യങ്ങൾ നാളെ കോടതിയിലെ നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പൂർണ്ണമായ വിവരങ്ങൾ നാളെ വൈകിട്ടോടുകൂടി ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ബൈ.